വഴി തടഞ്ഞ് സ്റ്റേജ് നിർമ്മിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPI അനുകൂല പോഷക സംഘടനയുടെ രാപ്പകൽ സമരം. ഇന്നലെ വഞ്ചിയൂർ റോഡ് അടച്ച് CPM സമ്മേളനത്തിനുള്ള സ്റ്റേജ് കെട്ടിയതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, അത് ഇവരറിഞ്ഞില്ലേ CPIക്കാർ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസമാണ് CPIയുടെ പോഷക സംഘടനകളുടെ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ സമരം ആരംഭിച്ചത്. 2 ദിവസത്തെ രാപ്പകൽ സമരമായിരുന്നു. ഈ സമരത്തിന് വേണ്ടിയാണ് നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കസേരകളും മറ്റും റോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷീറ്റ് റോഡിലേക്കുണ്ട്. ഈ കാൽനട യാത്രക്കാർക്ക് നടക്കേണ്ട വഴി ഉൾപ്പെടെ നിലവിൽ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വഞ്ചൂരിലെ CPIM ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഉയർത്തിയത്. ആ വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ് നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നത്. റോഡിൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. റോഡിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗം ഈ സമരക്കാർ കയ്യേറുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി ഗതാഗതം നടക്കുന്നില്ല. ഈ സ്റ്റേജ് ഉൾപ്പെടെ റോഡിലേക്ക് കയറി തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. പ്രത്യക്ഷമായി തന്നെ വ്യക്തമാണ്. എന്തായാലും നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ ജോയിൻറ്റ് കൗൺസിലിൻ്റെ ജയചന്ദ്രൻ കല്ലിങ്ങൽ അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹം പ്രതികരിക്കുന്നു. ഇത് ചട്ടവിരുദ്ധമാണെന്നാണ് ചട്ടവിരുദ്ധമെന്നാണ് ഹൈക്കോടതിയൊക്കെ പറഞ്ഞൊക്കെ വെച്ച് ഞങ്ങൾക്ക് തോന്നുന്നു. എന്താ നിങ്ങൾക്ക് അങ്ങനെ? നമ്മളൊരിക്കലും ഒട്ടും നിയമം ലംഘിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ ഫുട്പാത്തിനകത്ത് കുറച്ച് കസേര ഉണ്ടെന്നുള്ളത് ശരിയാണ്. അത് ഈ സമരത്തിൻ്റെ ന്യായമായ സമരമായതുകൊണ്ട് തന്നെ ഇന്നലെ 5000-ൽ പരം പേരുടെ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ സമരത്തിന് ഇവിടെ വഴി തടസ്സപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അതിനേക്കാളേറെ വലിയ സമരങ്ങൾ ഇവിടെ തിരുവനന്തപുരം സിറ്റി തന്നെ നടക്കുകയായിരുന്നു. മനുഷ്യാവകാശം സ്റ്റേജ് റോഡിലേക്കല്ല, റോഡിൻ്റെ ഗതാഗതം തടസ്സം ഇല്ലാതെയാണ് സ്റ്റേജ് നിൽക്കുന്നത്. സ്റ്റേജ് ആയിട്ടില്ല, ടെമ്പററി ആണ്, എപ്പോഴും മാറ്റുന്നില്ല. അങ്ങനെ അല്ലാതൊരു തടസ്സപ്പെടുത്തിയല്ലായിട്ടില്ല. നിയമം അനുസരിച്ച് മാത്രമേ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളൂ. അതായത് SKN ഈ CPI ബന്ധപ്പെട്ട നേതാക്കൾ പറയുന്നത് നിയമം അനുസരിച്ച് തന്നെയാണ് ഈ സമരം നടത്തുന്നത്, മറ്റ് നിയമവിരുദ്ധ കാര്യങ്ങളില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധിയിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ റോഡിലേക്ക് ഉൾപ്പെടെ കയറിക്കൊണ്ട് തന്നെയാണ് ഈ സ്റ്റേജും. താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.